കട്ടിംഗ് സൗത്ത് നടത്തിപ്പിനായി സംഘാടകർ കാനഡ ഫണ്ടിംഗ് സ്വീകരിച്ചത് വിദേശകാര്യ മന്ത്രാലയം അറിയാതെ കനേഡിയൻ ഹൈക്കമ്മീഷനുമായി സ്പോൺസർഷിപ്പ് കരാറുണ്ടാക്കി സംഘാടകർ $4000 കൈപ്പറ്റിയിരുന്നു. ഇതിന് അനുമതി തേടിയിരുന്നില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ഫണ്ടിംഗിന്റെ രേഖകൾ ജനം ടിവിക്ക് ലഭിച്ചു. ഗൗതം അനന്തനാരായണൻ ചേരുന്നു. ഗൗതം, വിശദാംശങ്ങൾ. രോഹിണി, 2023 മാർച്ച് മാസത്തിലാണ് കൊച്ചിയിൽ കേരള മീഡിയ അക്കാഡമിയുടെയും അതോടൊപ്പം തന്നെ KUWJ ഉൾപ്പെടെയുള്ള സംഘടനകളുടെയും നേതൃത്വത്തിൽ കട്ടിംഗ് സൗത്ത് എന്ന പേരിൽ ഒരു മീഡിയ കോൺക്ലേവ് സംഘടിപ്പിച്ചത്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈൻ മാർഗം ഈ കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്തു. പക്ഷേ അന്ന് തന്നെ ഈ കട്ടിംഗ് സൗത്ത് എന്ന പേരും ഇവർ മുന്നോട്ട് വെച്ച ആശയങ്ങളും വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ദക്ഷിണ ഭാരതത്തിലെ കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളെ ഇന്ത്യയിൽ നിന്നും വെട്ടി വിഭജിക്കുക എന്ന ആശയമാണ് കട്ടിംഗ് സൗത്ത് മുന്നോട്ട് വെക്കുന്നത് എന്ന വിമർശനമാണ് ആദ്യഘട്ടത്തിൽ തന്നെ ഉയർന്നത്. ഏതായാലും അതുമായി ബന്ധപ്പെട്ട് വളരെ സുപ്രധാനമായ ഒരു രേഖയാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന് നൽകിയ RTIയിൽ കൃത്യമായി തന്നെ വിദേശകാര്യ മന്ത്രാലയം സൂചിപ്പിക്കുന്നത് ഈ കട്ടിംഗ് സൗത്ത് എന്ന പേരിൽ കനേഡിയൻ ഹൈക്കമ്മീഷനിൽ നിന്നും ലഭിച്ച 4000 കോടി സംബന്ധിച്ച് ഒരറിവും തങ്ങൾക്ക് ഇല്ല എന്നാണ് വിദേശകാര്യ മന്ത്രാലയം ഇപ്പോൾ RTI ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയിരിക്കുന്നത്. നേരത്തെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ കനേഡിയൻ ഹൈക്കമ്മീഷനുമായി ഒരു കരാറിലേക്ക് അല്ലെങ്കിൽ ഒരു ധാരണയിലേക്ക് വിവിധ മാധ്യമ സംഘടനകൾ, അതായത് ഈ ന്യൂസ് ലോണ്ടറി അതോടൊപ്പം തന്നെ ന്യൂസ് മിനിറ്റ് തുടങ്ങിയ മാധ്യമങ്ങളും ഈ കനേഡിയൻ കമ്പനിയുമായി ഒരു ധാരണയിലേക്ക് എത്തിയിരുന്നു. അതിനുശേഷം $4000 കൈപ്പറ്റിയെന്ന് സംബന്ധിച്ചുള്ള വിശദീകരണമാണ് അവർ നൽകിയത്. അത് കട്ടിംഗ് സൗത്തിന് വേണ്ടിയാണ് ഈ $4000 വാങ്ങിയത് എന്ന വിശദീകരണവും നൽകിയിരുന്നു. പക്ഷേ വിദേശകാര്യ മന്ത്രാലയം ചൂണ്ടിക്കാണിക്കുന്നത് ഇങ്ങനെ ഒരു തുക വിദേശത്ത് നിന്നും ലഭിച്ചത് സംബന്ധിച്ച് ഒരു വിവരവും തങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഇത് FCRI നിയമലംഘനമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു എന്നതാണ് വളരെ ശ്രദ്ധേയം. മാത്രമല്ല, ഈ കട്ടിംഗ് സൗത്ത് പരിപാടി നടന്നതിന് ശേഷം തന്നെ വലിയ വിമർശനം ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നത് ഭീകര സംഘടനയായിട്ടുള്ള പോപ്പുലർ ഫ്രണ്ടിന്റെ ആശയങ്ങൾ നടപ്പാക്കാനാണ് കട്ടിംഗ് സൗത്ത് സംഘടിപ്പിച്ചത് എന്നുള്ളതായിരുന്നു. PFI നിരോധനവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയ റിപ്പോർട്ടുകൾക്കകത്തെല്ലാം സൂചിപ്പിക്കുന്നത് ദക്ഷിണേന്ത്യയെ പോപ്പുലർ ഫ്രണ്ട് ഒരു പ്രധാനപ്പെട്ട ഹബ്ബായി മാറ്റുകയും ആ ഹബ്ബ് കേന്ദ്രീകരിച്ചുകൊണ്ട് വേണം 2047 ഇന്ത്യയെ ഇസ്ലാമിക രാഷ്ട്രമാക്കി മാറ്റാൻ എന്നത് സംബന്ധിച്ചുള്ള നീക്കങ്ങൾ PFI നടത്തുന്നുവെന്നാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനത്തെ വിശദീകരിച്ചുകൊണ്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയിട്ടുള്ള റിപ്പോർട്ടുകൾക്കകത്ത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും കട്ടിംഗ് സൗത്ത് എന്ന ആശയം നേരത്തെ തന്നെ വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചു. ഇതിൻ്റെ സംഘാടകർ തന്നെ പലതവണ പല കാര്യങ്ങൾ മാറ്റി പറയുന്ന സാഹചര്യമുണ്ടായി. അതിനൊടുവിലാണ് ഈ സ്പോൺസർഷിപ്പുമായി ബന്ധപ്പെട്ടിപ്പോൾ വലിയൊരു വിവാദമായി ഈ കനേഡിയൻ ഹൈക്കമ്മീഷനുമായി ബന്ധപ്പെട്ടുള്ള കരാർ മാറിയിരിക്കുന്നത്. കനേഡിയൻ ഹൈക്കമ്മീഷനിൽ നിന്നും $4000 കൈപ്പറ്റിയതിൽ ഒരറിവും തങ്ങൾക്ക് ഇല്ല എന്നാണ് വിദേശകാര്യ മന്ത്രാലയം ഇപ്പോൾ സൂചിപ്പിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ അത് FCRI നിയമലംഘനമാണ്. കാരണം വിദേശത്ത് നിന്നും $1 ഒരു NGOയോ അതല്ലെങ്കിൽ ഒരു വ്യക്തിയോ കൈപ്പറ്റണമെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ കൃത്യമായ അറിവുണ്ടാകണമെന്നതാണ് നിയമത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ആ നിയമങ്ങളുടെ എല്ലാം നഗ്നമായ ലംഘനം കൂടി ഈ കട്ടിംഗ് സൗത്തുമായി ബന്ധപ്പെട്ട് നടന്നിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ ഇത് മറ്റൊരു വിവാദമായി മാറുന്നത്. രോഹിണി, ഗൗതം, നമുക്കറിയാം $4000 കൈപ്പറ്റി എന്നുള്ള വസ്തുത നിലനിൽക്കെ ഇത് സംഘടിപ്പിച്ച സംഘാടകർ പറയുന്നത് അക്കാഡമിയുടെ, അതായത് മീഡിയ അക്കാഡമിയുടെ ഫണ്ട് ഉപയോഗിച്ചാണ് ഈ കട്ടിംഗ് സൗത്ത്. അവർ പിന്നീട് വിവാദമായപ്പോൾ അത് ഗ്ലോബൽ സൗത്ത് എന്നാക്കുകയുണ്ടായി അത് നടത്തിയത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ വിദേശ ഫണ്ട് വന്നതിന് തെളിവുണ്ട്. പക്ഷേ പിന്നീട് ഇത് ഏത് രീതിയിൽ വിനിയോഗിച്ചു എന്നുള്ളതിന് യാതൊരു അടിസ്ഥാനവുമില്ല. രോഹിണി, അത് തന്നെയാണ്. അതായത് ഈ കേരള മീഡിയ അക്കാഡമിയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട സംഘാടകർ. ആദ്യഘട്ടത്തിൽ ഈ കട്ടിംഗ് സൗത്ത് എന്ന പേര് തന്നെയാണ് മീഡിയ അക്കാഡമിയും വ്യക്തമാക്കിയിരുന്നത്. പക്ഷേ ഈ കട്ടിംഗ് സൗത്ത് വലിയ വിവാദമായി ദേശീയ തലത്തിൽ തന്നെ മാറി. കാരണം ഈ പരിപാടിയുടെ ബ്രോഷറിനകത്ത് ഇന്ത്യയുടെ ഭൂപടം തന്നെ ചിത്രീകരിച്ചത് ഈ ദക്ഷിണ ഭാരതത്തെ പ്രത്യേകമാക്കി ചിത്രീകരിച്ചു എന്നതാണ് ഏറ്റവും വലിയ വിവാദമായി മാറിയത്. അതായത് ഇന്ത്യയുടെ മാപ്പിനകത്ത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ പ്രത്യേക കളറിലൂടെ അതിനെ അടയാളപ്പെടുത്തി, അതായത് മറ്റ് ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുമായോ ഇന്ത്യയുടെ മറ്റ് ഭൂപ്രദേശങ്ങളുമായോ ദക്ഷിണ ഭാരതത്തിന് ബന്ധമില്ല എന്ന് വരുത്തി ആശയം. ദയവായി തുടരുക, ഞാൻ ഒന്ന് ഇടപെടുകയാണ്. ഇപ്പോൾ കേസരി മുഖ്യ പത്രാധിപർ ഡോക്ടർ NR മധു നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ മധു, കട്ടിംഗ് സൗത്ത് നടത്തിപ്പിനായി സംഘാടകർ
കാനഡ ഫണ്ട് സ്വീകരിച്ചത് വിദേശകാര്യ മന്ത്രാലയം അറിയാതെ എന്ന് തന്നെയാണ് ഏറ്റവും ഒടുവിലായി വരുന്ന റിപ്പോർട്ടുകൾ. കനേഡിയൻ ഹൈക്കമ്മീഷനുമായി സ്പോൺസർഷിപ്പ് കരാർ ഉണ്ടാക്കി സംഘാടകർ $4000 കൈപ്പറ്റിയിരുന്നു. പക്ഷേ ഇതിന് വിദേശകാര്യ മന്ത്രാലയം അനുമതി നൽകിയിരുന്നില്ല, അനുമതി തേടിയിരുന്നുമില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. താങ്കൾ എങ്ങനെ പ്രതികരിക്കുന്നു? ദക്ഷിണ ഭാരതത്തിൽ നിന്നും വിഘടിപ്പിക്കാൻ വേണ്ടിയുള്ള പരിശ്രമത്തിന്റെ ഭാഗമാണ് ഈ കട്ടിംഗ് സൗത്ത് വാദക്കാരുടെ പരിശ്രമം. അത് കേരളത്തിൽ നിന്നാണ് അതിന്റെ ഒരു പ്രഭവം എന്നത് നമ്മൾ ജാഗ്രതയോടുകൂടി കാണേണ്ടതുണ്ട്. ഈ അടുത്ത കാലത്തായിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയും ഒരേ തൂവൽ പക്ഷികളായി നിന്നുകൊണ്ട് ഒരേ സ്വരത്തിൽ സംസാരിക്കുന്നത് ഈ വിഘടന തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതിനൊരു നരേറ്റീവ് ബിൽഡപ്പ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു എറണാകുളത്ത് കേരളത്തിലെ ചില മാധ്യമ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഒരു കട്ടിംഗ് സൗത്ത് കോൺഫറൻസ് നടത്തിയത്. അതിന് കേരള മുഖ്യമന്ത്രി അതിന്റെ ഉദ്ഘാടന സെഷനിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. അപ്പൊ അത് എത്രത്തോളം ഭീകരമാണ് കാര്യങ്ങളുടെ പോക്ക്. വിദേശ ഫണ്ട് ഇതിന് മാത്രമല്ല, കോടിക്കണക്കിന് വിദേശ ഫണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വരുന്നുണ്ട്. നമ്മുടെ അറിയപ്പെടുന്ന പല ബുദ്ധിജീവികളുടെയും പല പ്രസ്താവനകൾക്കും അക്ഷരമെണ്ണി പണം വരുന്നു എന്നാണ് ഒരു അടക്കം പറച്ചിലുള്ളത്. അപ്പൊ ഇത് കാനഡ കേന്ദ്രീകരിച്ചുകൊണ്ട് നമുക്കറിയാം അടുത്ത കാലത്ത് ഈ സിഖ് ഭീകര പ്രവർത്തനത്തിന് ഫണ്ട് ചെയ്യുന്നു. അതേപോലെ തന്നെ ഭാരതത്തിന്റെ വിഘടന തീവ്രവാദങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ കാനഡയിലൂടെ പണം വരുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ വിദേശ പണം കൈപ്പറ്റുവാൻ കേന്ദ്ര സർക്കാരിന്റെ അനുമതി വേണം. അതും അംഗീകൃത സംഘടനകളിലൂടെയാണ് വരേണ്ടത്. അപ്പൊ അംഗീകാരം എടുക്കുന്നില്ല എന്ന് മാത്രമല്ല, ആ പണം നമ്മുടെ രാജ്യത്തിന്റെ തകർച്ചയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നു എന്നതാണ് അവസ്ഥ. അപ്പം കേരളം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ പ്രവർത്തനം നടത്തുന്നത്. അതിനുവേണ്ടിയുള്ള ഒരു ആഖ്യാന നിർമ്മിതി വളരെ വ്യാപകമായി നടക്കുന്നു. നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ട ഒരു കാര്യമാണ് ഇതെന്നാണ് പറയാനുള്ളത്. ശ്രീ മധു, അതുമാത്രമല്ല, നമുക്കറിയാം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഈ വിഘടനവാദം വളർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് കട്ടിംഗ് സൗത്ത് കോൺക്ലേവ് സംഘടിപ്പിച്ചത്. വലിയ വിവാദമായപ്പോൾ അതിൻ്റെ പേര് ഗ്ലോബൽ സൗത്ത് എന്നൊക്കെ മാറ്റാൻ സംഘാടകർ ശ്രമിക്കുകയുമുണ്ടായി. പക്ഷേ ഈ $4000 കൈപ്പറ്റിയിട്ടുണ്ട്. അതേത് രീതിയിൽ വിനിയോഗിച്ചു എന്നുള്ളത് ഇപ്പോഴും വിദേശകാര്യ മന്ത്രാലയത്തിന് സംഘാടകർ വിശദീകരണം നൽകിയിട്ടുമില്ല. അപ്പോൾ ഈ തുക എങ്ങോട്ടൊക്കെ പോകുന്നു, അല്ലെങ്കിൽ ഇത്തരം പ്രവർത്തികൾക്ക് വേണ്ടി വലിയ രീതിയിൽ സ്പോൺസർഷിപ്പ് എന്ന മുഖേന വിദേശ ഫണ്ട് സ്വീകരിക്കുന്നു, പക്ഷേ ഇത് ഏതിനോട്ടൊക്കെ ചിലവഴിക്കുന്നു എന്നുള്ളത് ഇപ്പോഴും അവ്യക്തമാണ്. വിഘടന തീവ്രവാദ പ്രവർത്തനത്തിന് ആശയപരമായ അടിത്തറ ഉണ്ടാക്കാനാണ് ഇവർ ആദ്യം ഫണ്ട് ഉപയോഗിക്കുക. സായുധമായ കലാപമായി അത് പിന്നീടാണ് മാറുക. അപ്പൊ ഏതൊരു സായുധ കലാപത്തിനും ആദ്യം ഉണ്ടാവേണ്ടത് ആശയപരമായ അടിത്തറയാണ്. ഇത് തന്നെയായിരുന്നു ഖാലിസ്ഥാൻ വിഘടനവാദ പ്രവർത്തനത്തിന്റെ പിന്നിലും നടന്നത്. ഇപ്പോ നമുക്കറിയാം 80കളില് പഞ്ചാബില് ഖാലിസ്ഥാൻ ഭീകരവാദ പ്രവർത്തനം. ഇപ്പൊ ഖാലിസ്ഥാൻ ഭീകരവാദ പ്രവർത്തനത്തിന്റെ കേന്ദ്രം കാനഡയാണ്. അപ്പൊ ഇത് ആശയപരമായ ഒരു അടിത്തറ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പരിശ്രമമാണ്. കാരണം ഭാരതം ലോകരാഷ്ട്രങ്ങളിൽ ശക്തമായി വരുന്നു. അപ്പൊ സാമ്പത്തികമായി ശക്തമാകുന്നു, സായുധമായി ശക്തമാകുന്നു. അപ്പൊ ഭാരതത്തെ ഏത് തരത്തിലും ദുർബലപ്പെടുത്തണം. അതിന് പുതിയ പുതിയ നരേറ്റീവുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഈ ആര്യ നിവേശനമൊക്കെ ആദ്യകാലത്ത് ഉപയോഗിച്ചിരുന്നത് ആര്യ നിവേശന്റെ ഒക്കെ മുനയൊടിഞ്ഞു. ആര്യാധിനിവേശം എന്നുള്ള സിദ്ധാന്തത്തിന്റെ ഒക്കെ മുനയൊടിഞ്ഞു. അപ്പൊ പുതിയ സിദ്ധാന്തങ്ങളുമായി ഒരു ദ്രാവിഡവാദം ഉയർത്തി ദക്ഷിണ ഭാരതം ഉത്തര ഭാരതത്തിൽ നിന്ന് വേറിട്ട ഒരു പ്രദേശമാണ്. ഹിന്ദിക്കെതിരെയുള്ള പ്രക്ഷോഭം, ഇപ്പൊ ഇങ്ങനെയൊക്കെയുള്ള പലതരത്തിലുള്ള കലുഷിതമായ അന്തരീക്ഷം സൃഷ്ടിക്കാൻ വേണ്ടി ആദ്യം ഇവർ ആശയപരമായ അടിത്തറയാണ് ഒരുക്കാൻ ശ്രമിക്കുന്നത്. അതിന് നമ്മുടെ മുഖ്യധാരയിൽ തന്നെ നിറഞ്ഞു നിൽക്കുന്ന ചില സാഹിത്യകാരന്മാര്, കലാകാരന്മാര്, എഴുത്തുകാരെ ഒക്കെ ഇവര് വിലക്കെടുക്കുന്നുണ്ട്. അവരുടെയൊക്കെ രാഷ്ട്രവിരുദ്ധമായ, ഇപ്പൊ പൊതുവെ അവരൊരു BJP വിരുദ്ധമായ പ്രസ്താവന, അല്ലെ നരേന്ദ്രമോദി വിരുദ്ധമായ പ്രസ്താവന എന്നുള്ള നിലയ്ക്കാണെങ്കിലും അവരുടെ ഇതിന്റെ എല്ലാം ആന്തരികമായ ഉദ്ദേശം ഒന്നാണ്. BJP വിരുദ്ധം, ഹിന്ദു വിരുദ്ധം, നരേന്ദ്രമോദി വിരുദ്ധം എന്ന് പറഞ്ഞ് ഇത് ആത്യന്തികമായി രാഷ്ട്രവിരുദ്ധമാണ്. നമുക്കറിയാം JNU ആയിരുന്നു ഒരു കാലത്തിന്റെ കേന്ദ്രം. അവിടെ ഭാരത് തുക്കടെ ഹോങ്കെ ഇൻഷാള്ള എന്ന മുദ്രാവാക്യം വിളിച്ചതാരാ? ആ മുദ്രാവാക്യം വിളിക്കുന്ന അതേ സമയത്ത് തന്നെ കേരൾ മാംഗെ ആസാദി എന്ന് വിളിച്ചത് നമ്മുടെ കേരളത്തിലുള്ള ഇസ്ലാമിക തീവ്രവാദികളായ മുസ്ലിങ്ങളാണ്. അപ്പൊ കേരളത്തിന് സ്വാതന്ത്ര്യം വേണമെന്ന് പറഞ്ഞാൽ എവിടെ നിന്ന് സ്വാതന്ത്ര്യം? ഭാരതത്തിൽ നിന്ന് സ്വാതന്ത്ര്യം. അപ്പൊ കേരളത്തെ ഭാരതത്തിൽ നടത്തി മാറ്റാൻ, അല്ലെ തമിഴ്നാടിനെ ഭാരതത്തിൽ നടത്തി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു നിഗൂഢ പരിശ്രമം. അപ്പം അത് ഭാരതത്തെ ശിഥിലമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആഗോള ഗൂഢാലോചനയുടെ ഫലമാണ് ഇത് എന്ന് നമുക്ക്
നിസ്തർക്കമായി മനസ്സിലാക്കാൻ സാധിക്കും. ഈ പണം ഇവിടുത്തെ പല മാധ്യമങ്ങളിലേക്കും പോകുന്നുണ്ട്, പല എഴുത്തുകാരിലേക്കും പോകുന്നുണ്ട്, പല സാഹിത്യകാരന്മാരിലേക്കും പോകുന്നുണ്ട്. അങ്ങനെ രാജ്യത്തെ ശിഥിലമാക്കാൻ വേണ്ടിയുള്ള ആശയ അടിത്തറ ഒരുക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ പണം ഉപയോഗിക്കുന്നത്. ശ്രീ എൻ.ആർ. മധു, ഒരു കാര്യം കൂടി, നമുക്ക് ഈ സംഘടനയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ കോൺക്ലേവിൽ ഉൾപ്പെട്ട പത്രപ്രവർത്തക സംഘടനകളെയും അറിയാം. പത്രപ്രവർത്തനം, മാധ്യമധർമ്മം ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി അതിൻ്റെ സ്വഭാവം മാറ്റുന്ന ഒരു രീതി, അതും അപകടകരമായ ഒരു അപകടകരമായ ഒരു സാഹചര്യമല്ലേ? നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് രാജ്യവിരുദ്ധമായ, സംസ്കാര വിരുദ്ധമായ, മനുഷ്യവിരുദ്ധമായ, മാനവിക മൂല്യവിരുദ്ധമായ മാധ്യമ പ്രവർത്തനമാണ് ഇവിടെ നടത്തുന്നത്. അതിനെ കൊട്ടിഘോഷിക്കാനും അത്തരം അക്ഷരമുന്തികൾക്ക് അവാർഡുകൾ നൽകാനും ഒക്കെ ഇവിടെ പലരും തയ്യാറാകുന്നു. നമ്മുടെ ഒരു കാലത്ത് സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിട്ട് ആരംഭിച്ച പല പത്രങ്ങളും ഇന്ന് അതിന്റെ എഡിറ്റ് പേജുകളൊക്കെ നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. കൃത്യമായ ദേശവിരുദ്ധമായ ലേഖനങ്ങൾ, ദേശവിരുദ്ധമായ നിലപാടുകളാണ് ആ പത്രങ്ങളിലൊക്കെ ഉള്ളത്. അപ്പൊ ഈ പത്രങ്ങൾക്കൊക്കെ പ്രവർത്തിക്കാനുള്ള മൂലധനം ഇന്ന് എവിടെ നിന്ന് വരുന്നു എന്ന കാര്യത്തിൽ പോലും നമുക്ക് ആശങ്കയുണ്ട്. അതുകൊണ്ട് മാധ്യമ പ്രവർത്തനം സത്യത്തില് ഒരു കാലത്ത് അന്തസ്സുള്ള ഒരു ഉപജീവന മാർഗമായി കണ്ടുവെങ്കിൽ ഇന്ന് മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് ദേശവിരുദ്ധ ശക്തികളുടെ ഒളിയിടമായി മാറിയിരിക്കുന്നു. അപ്പൊ ദേശീയവാദികളായ മാധ്യമ പ്രവർത്തകരും ദേശവിരുദ്ധരായ മാധ്യമ പ്രവർത്തകരും എന്ന് ഇന്ന് രണ്ട് ചേരിയായി തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം മാധ്യമം എന്ന് പറയുന്നത് ആശയപ്രചരണത്തിന്റെ ഉപാധിയാണ്, നമുക്കറിയാം. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ആശയപരമായ ഒരു അടിത്തറ ഉണ്ടാക്കാൻ ഇവർ ചില മാധ്യമങ്ങളെ വിലക്കെടുത്തിരിക്കുകയാണ്. അത്തരം മാധ്യമ പ്രവർത്തകർക്ക് പുരസ്കാരങ്ങൾ നൽകാനും വിദേശ യാത്രകൾ തരപ്പെടുത്തി കൊടുക്കാനും ഒക്കെ ഈ വിദേശ പണം ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. കോടിക്കണക്കിന് രൂപ ഇത്തരത്തിൽ നമ്മുടെ രാജ്യത്തേക്ക് വരുന്നുണ്ട്. അത് ഒരിനം സാമ്പത്തിക ഭീകരവാദവും കൂടിയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതെ, വളരെ നന്ദി ശ്രീ എൻ.ആർ. മധു പ്രതികരിച്ചതിന്. ഗൗതമിലേക്ക് വീണ്ടും പോകുന്നു. ഗൗതം, നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇത്തരത്തിൽ വിദേശ ഫണ്ട് സ്വീകരിക്കുന്നത്, പ്രത്യേകിച്ച് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അനുമതി ഇല്ലാതെ തന്നെ, അത് നിയമവിരുദ്ധമായ പ്രവൃത്തിയാണ്. അതുകൊണ്ട് തന്നെ സംഘാടകർക്ക് ഇതിനൊരു മറുപടി നൽകേണ്ടി വരും, വിശദീകരണം നൽകേണ്ടി വരും. തുടർ നടപടികൾ കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കും എന്ന് തന്നെയല്ലേ കരുതേണ്ടത്? രോഹിണി, കേന്ദ്ര ഏജൻസികൾ നേരത്തെ തന്നെ ഈ കട്ടിംഗ് സൗത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. IB-യും അതോടൊപ്പം തന്നെ ദേശീയ അന്വേഷണ ഏജൻസിയുമെല്ലാം ഇക്കാര്യം പരിശോധിക്കുന്നതാണ്. അതായത് ദേശീയ അന്വേഷണ ഏജൻസി തന്നെ പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുള്ള കുറ്റപത്രങ്ങളിൽ പലതവണ സൂചിപ്പിച്ചിട്ടുള്ളത് ഈ കട്ടിംഗ് സൗത്ത് എന്ന ആശയം PFIയുടെ ആശയമാണ് എന്നുള്ളതാണ്. PFI 2047 ഭാരതത്തെ ഒരു ഇസ്ലാമിക രാഷ്ട്രമാക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള ബ്ലൂ പ്രിന്റിനകത്ത് ദക്ഷിണേന്ത്യ കേന്ദ്രീകരിച്ചുകൊണ്ട് തങ്ങളുടെ പ്രവർത്തനം നടത്താൻ കഴിയും. ദക്ഷിണേന്ത്യ, പ്രത്യേകിച്ച് കേരളം പോലുള്ള സംസ്ഥാനങ്ങൾ അതിന് ഏറ്റവും അനുയോജ്യമായ മണ്ണാണെന്ന് PFI കരുതുന്നു. അതിനാൽ തന്നെയാണ് PFIയുടെ നിരോധന സമയത്ത് പോലും നമ്മൾ കണ്ടിട്ടുള്ളതാണ്, ഏറ്റവും വലിയ റെയ്ഡ് നടന്നത് കേരളത്തിൽ മാത്രമാണ്. അതിൻ്റെ ദേശീയ നേതാക്കൾ, അഖിലേന്ത്യാ നേതാക്കളിൽ 98% കേരളത്തിൽ നിന്നുള്ള ഭീകരന്മാരാണ്. അതിനാൽ അത്തരമൊരു സംഘടനയാണ് പോപ്പുലർ ഫ്രണ്ടും SDPI-യും ഒക്കെ. ആ സംഘടനയുടെ നിരോധനവുമായൊക്കെ ബന്ധപ്പെട്ട് കോടതിയിൽ ഉൾപ്പെടെ നൽകിയിട്ടുള്ള റിപ്പോർട്ടിൽ ദേശീയ അന്വേഷണ ഏജൻസി തന്നെ ഈ കട്ടിംഗ് സൗത്തിനെ പറ്റി പരാമർശിക്കുന്നുണ്ട്. അങ്ങനെയുള്ള കട്ടിംഗ് സൗത്ത് ആശയമാണ് കേരള മീഡിയ അക്കാദമിയുടെ നേതൃത്വത്തിൽ നടന്ന ഒരു കോൺക്ലേവിനകത്ത്, ആ പരിപാടിയുടെ പേര് തന്നെ അങ്ങനെയായിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളാണ് മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെ നടത്തിയത്. അങ്ങനെ ഒരു കോൺക്ലേവാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തത്. ഈ വിഷയത്തെയൊക്കെ കേന്ദ്ര ഏജൻസികൾ വളരെ ഗൗരവമായി കാണുന്നു എന്നത് ഒരു വസ്തുതയാണ്. അതിനൊപ്പമാണ് ഈ വിദേശകാര്യ മന്ത്രാലയം ഇപ്പോൾ ഇത്തരത്തിൽ കനേഡിയൻ ഫണ്ട് വന്നതുമായി ബന്ധപ്പെട്ട് തങ്ങൾക്ക് ഒരറിവും ലഭിച്ചിട്ടില്ല, അല്ലെങ്കിൽ തങ്ങളുടെ അറിവോടുകൂടിയല്ല, വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ അറിവോടുകൂടിയല്ല ഈ കനേഡിയൻ ഹൈക്കമ്മീഷൻ മുഖേന ഈ $4000 എത്തിയത് എന്നത് സംബന്ധിച്ചുള്ള വിശദീകരണം കൂടി RTI മുഖാന്തരം ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള മറുപടിയിൽ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം കൂടി ഒരുപക്ഷെ കേന്ദ്ര ഏജൻസികൾ വരും ദിവസങ്ങളിൽ നടത്തിയേക്കാം. നേരത്തെ തന്നെ രഹസ്യാന്വേഷണ വിഭാഗം വളരെ ഗൗരവമായി ഈ കട്ടിംഗ് സൗത്ത് എന്ന വിഷയത്തെ നോക്കിക്കാണുകയും കട്ടിംഗ് സൗത്തുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പല സംഘാടകരും നിലവിൽ IB-യുടെയും മറ്റും റഡാറിലാണ്. പല മാധ്യമ പ്രവർത്തകരെയും IB ആദ്യഘട്ടം എന്ന നിലയിൽ ചോദ്യം ചെയ്തിരുന്നു. അതിനൊപ്പം ഇനിയും ഈ വിദേശ ഫണ്ട് വന്നതുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് കാനഡയുമായാണ് ഈ ധാരണ ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്കറിയാം, കാനഡ ഭാരതവും തമ്മിലുള്ള നയതന്ത്ര ബന്ധം വരെ ഇപ്പോൾ ഏതാണ്ട് വളരെ മോശം അവസ്ഥയിലാണ്. കാനഡ കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്ന ഖാലിസ്ഥാൻ ഭീകരവാദ പ്രവർത്തനങ്ങൾ, അടുത്ത കാലത്ത്
ഭാരതത്തിനെതിരെ കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ തന്നെ വിമർശനവുമായി എത്തുന്നു. ചില സിഖ് ഭീകരവാദികളെ വധിച്ചത് ഭാരതത്തിന്റെ രഹസ്യാന്വേഷണ വിഭാഗമായ റോയാണെന്ന് അവർ ആരോപിക്കുന്നു. അങ്ങനെ ഭാരതവും ശക്തമായ തിരിച്ചടി ഇന്ത്യയിലെ കനേഡിയൻ ഹൈക്കമ്മീഷൻ ഉദ്യോഗസ്ഥന്മാരെ, മുതിർന്ന നയതന്ത്ര ഉദ്യോഗസ്ഥന്മാരെ പുറത്താക്കിക്കൊണ്ടുള്ള തിരിച്ചടി ഇന്ത്യയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു. അങ്ങനെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഈ വിഘടനവാദത്തിന്റെയും ഭീകരവാദത്തിന്റെയും പേരിൽ തെറ്റി നിൽക്കുന്ന ഈ ഘട്ടത്തിലാണ് കട്ടിംഗ് സൗത്ത് എന്ന പേരിൽ ഒരു രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്താൻ കാനഡയിൽ നിന്ന് തന്നെ ഫണ്ട് കൈപ്പറ്റി, അല്ലെങ്കിൽ ഒരു സ്പോൺസർഷിപ്പ് കരാർ കാനഡയുമായി ഉണ്ടാക്കി എന്നത് സംബന്ധിച്ചുള്ള വാർത്തകൾ വരുന്നത്. അതും വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അനുമതി ഒന്നും തേടാതെ ഇത്തരത്തിൽ $4000 കൈപ്പറ്റിയ സംഭവം, അത് സ്വാഭാവികമായും വലിയ ചോദ്യചിഹ്നമായി ഉയരുന്ന വിഷയമാണ്. അത് IB ഉൾപ്പെടെയുള്ള രഹസ്യാന്വേഷണ വിഭാഗം വളരെ ഗൗരവമായി തന്നെ ഈ വിഷയത്തിന്റെ പിന്നാലെ ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഗൗതം, അതോടൊപ്പം ഈ കട്ടിംഗ് സൗത്ത് കോൺക്ലേവിന്റെ സ്വഭാവം നമുക്കറിയാം, എന്തിനു വേണ്ടിയായിരുന്നു എന്നുള്ളത്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വിഘടനവാദം വളർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയായിരുന്നു. കാരണം അതിൻ്റെ പ്രവർത്തന രീതികൾ, അതിലുൾപ്പെട്ട പത്രപ്രവർത്തകർ, അതുമായി ബന്ധപ്പെട്ട മറ്റ് പ്രസംഗങ്ങൾ ഒക്കെ ഇതിന് ആക്കം കൂട്ടുന്നതായിരുന്നു. ഒരുപക്ഷെ രാജ്യവിരുദ്ധ നടപടികളിലേക്കാണ് ആ ദിവസം കടന്നത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. രോഹിണി, നേരത്തെ തന്നെ ഈ പരിപാടിയുടെ പേരുൾപ്പെടെ വിവാദമായ പശ്ചാത്തലത്തിൽ പല പ്രമുഖ വ്യക്തിത്വങ്ങളും ഈ കട്ടിംഗ് സൗത്ത് പരിപാടിയിൽ നിന്നും ഒഴിവായി. ആദ്യഘട്ടത്തിൽ കേരള പ്രസ് അക്കാദമി, കേരള മീഡിയ അക്കാദമി, ഗോവയുടെ ഗവർണർ PS ശ്രീധരൻപിള്ള ഉൾപ്പെടെയുള്ള നേതാക്കളെ ഈ പൊതുപരിപാടിക്കായി ക്ഷണിച്ചതാണ്. ഒടുവിൽ കട്ടിംഗ് സൗത്ത് എന്നാണ് ഈ പരിപാടിയുടെ പേരെന്നും ഇതിൽ പല രാജ്യവിരുദ്ധ സ്വഭാവമുള്ള മാധ്യമപ്രവർത്തകരും പങ്കെടുക്കുന്നുവെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഗോവ ഗവർണറുടെ ഓഫീസ്, അതായത് രാജ്ഭവൻ ഗോവ ഔദ്യോഗികമായി തന്നെ ഈ പൊതുപരിപാടിയിൽ PS ശ്രീധരൻപിള്ള പങ്കെടുക്കില്ല എന്നത് സംബന്ധിച്ചുള്ള വിശദീകരണ കുറിപ്പ് ഇറക്കുകയും ഗോവ ഗവർണർ ആ പരിപാടിയിൽ പങ്കെടുക്കാതെ വിട്ടുനിൽക്കുകയും ചെയ്തു. അത് ഔദ്യോഗികമായി തന്നെ രാജ്ഭവൻ ഇത്തരം സ്വഭാവമുള്ള ഒരു പരിപാടി ആയതിനാൽ പങ്കെടുക്കില്ല എന്ന വിശദീകരണമാണ് നൽകിയത്. അന്ന് തന്നെ കട്ടിംഗ് സൗത്തിനെ തള്ളിക്കൊണ്ട് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി, അന്നത്തെ വിദേശകാര്യ സഹമന്ത്രിയും BJPയുടെ മുതിർന്ന നേതാവുമായ V മുരളീധരൻ രംഗത്തെത്തിയതാണ്. അപ്പോൾ പല പ്രമുഖ വ്യക്തികളും ഇതിൻ്റെ രാജ്യവിരുദ്ധ സ്വഭാവത്തെ തുറന്നു കാണിച്ചിട്ടുണ്ട്. ഒപ്പം ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഈ കട്ടിംഗ് സൗത്തുമായി ബന്ധപ്പെട്ടുള്ള വാർത്ത അതിന് PFI ബന്ധമുണ്ടെന്നും ഒപ്പം ദേശവിരുദ്ധ സ്വഭാവമുള്ള മാധ്യമപ്രവർത്തകരും ഒരു കൂട്ടം ആളുകളുമാണ് ഇതിൻ്റെ സംഘാടകരായി മുൻനിരയിൽ നിൽക്കുന്നത് എന്നത് സംബന്ധിച്ചുള്ള വാർത്തകൾ ദേശീയ തലത്തിൽ തന്നെ പല വാർത്തകളും ആർട്ടിക്കിളുകളും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് വന്നിരുന്നു. അപ്പോൾ ഇതൊരു പുതിയ വിവാദ വിഷയമല്ല, മറിച്ച് ഏറ്റവും ഒടുവിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള രേഖ നമുക്ക് ലഭ്യമായത് ഈ വിദേശ ഫണ്ട് ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. അത് മാത്രമാണ് ഇതിലൊരു പുതിയ വാർത്തയായി ഉള്ളത്. മറിച്ച് കട്ടിംഗ് സൗത്ത് എന്നത് ഒരു ദേശവിരുദ്ധ സ്വഭാവമുള്ള കൂട്ടായ്മയാണെന്നും അത് പോപ്പുലർ ഫ്രണ്ടിന്റെ ഭാരതത്തെ വെട്ടി വിഭജിക്കുക എന്ന ആശയം നടപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ, അല്ലെങ്കിൽ ആ ഒരു ആഹ്വാനം ഏറ്റെടുത്തുകൊണ്ടുള്ള ഒരു കൂട്ടായ്മയാണ് അവിടെ നടന്നത് എന്നത് സംബന്ധിച്ചുള്ള ആരോപണം, വിമർശനം ആ കാലഘട്ടത്തിൽ തന്നെ വളരെ സജീവമായി ഉയർന്നു വന്നതാണ്. അതിന് പിന്നാലെയാണ് ഇതിന്റെ ഫണ്ടിംഗ് സംബന്ധിച്ചും വലിയ ദുരൂഹത ഉണ്ടാകുന്നു. പ്രത്യേകിച്ച് ഭാരതവുമായി നയതന്ത്ര തലത്തിൽ ഒരു ശീതയുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന കാനഡയിൽ നിന്ന് തന്നെ കാനഡ ഹൈക്കമ്മീഷൻ മുഖാന്തരം സ്പോൺസർഷിപ്പ് കരാറുണ്ടാക്കി $4000 വാങ്ങുന്നു. അത് ഉപയോഗിച്ചിട്ടില്ല എന്നത് സംബന്ധിച്ചുള്ള വിശദീകരണം ഇതിന്റെ പ്രധാനപ്പെട്ട സംഘാടകരായിട്ടുള്ള കേരള മീഡിയ അക്കാദമി ഇപ്പോൾ പറയുന്നു. മീഡിയ അക്കാദമി ആദ്യഘട്ടത്തിൽ കട്ടിംഗ് സൗത്തിന്റെ പ്രവർത്തനങ്ങൾക്കൊപ്പം തന്നെയാണ് നിന്നതെങ്കിലും പിന്നീട് ഇതിന്റെ നമുക്ക് അതിലേക്ക് എത്താം. ഗൗതം, ഞാൻ ഒന്ന് ഇടപെടുകയാണ്, ദയവായി തുടരുക. ഇപ്പോൾ മീഡിയ അക്കാദമി ചെയർമാൻ ശ്രീ RS ബാബു നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ RS ബാബു, കട്ടിംഗ് സൗത്തുമായി ബന്ധപ്പെട്ട് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അനുമതിയില്ലാതെ, അവരെ അറിയിക്കാതെ കാനഡയിൽ നിന്ന് $4000 കൈപ്പറ്റി എന്നാണ് ആരോപണം ഉയരുന്നത്. താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? കാരണം ഇതാദ്യം മുഖ്യ സംഘാടകരായ കേരള മീഡിയ അക്കാദമി കരാറിൽ കക്ഷി ചേരുന്നില്ല എന്ന് മാത്രമല്ല, ഈ കോൺക്ലേവ് പൂർണ്ണമായും മീഡിയ അക്കാദമിയുടെ ഫണ്ട് വിനിയോഗിച്ചാണ് സംഘടിപ്പിച്ചത് എന്നാണ് നേരത്തെ അധികൃതർ വ്യക്തമാക്കിയിരുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ $4000 കൈപ്പറ്റിയത് ആരാണ്, എന്തിനൊക്കെയാണ് ഇത് ചിലവഴിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയേണ്ടത്. ഒരു ഫെസ്റ്റിവൽ ഞങ്ങൾ നടത്തിയിരുന്നില്ല. കട്ടിംഗ് സൗത്ത് എന്ന് പറയുന്ന ആശയം യഥാർത്ഥത്തില് ഏഷ്യൻ രാജ്യങ്ങളുടെ, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുടെ ഒക്കെ ഒരു മേധാവിത്വം അതുകൂടി നമ്മൾ അടയാളപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ആശയം എന്നുള്ള നിലയിൽ ആ ഫെസ്റ്റിവലിൽ വന്നിരുന്നു. ഞങ്ങൾ നടത്തിയത് ഇന്റർനാഷണൽ മീഡിയ ഫെസ്റ്റിവലാണ്. ആ ഫെസ്റ്റിവലില് ബാഹ്യമായിട്ടുള്ള
ഒരു സംഘടനയിൽ നിന്നും ഒരു ഏജൻസിയിൽ നിന്നും ഒരു തരി മണി പോലും ഞങ്ങൾ സ്വീകരിച്ചിട്ടില്ല, ചെലവാക്കിയിട്ടില്ല. അപ്പോ ഒരു തരത്തിലുള്ള സന്ദേഹത്തിനും അവകാശമില്ല. ഞങ്ങള് ഒരാളിൽ നിന്നും ഇതിനു വേണ്ടിയിട്ട് പിന്നെ പണം ഞങ്ങൾ സ്വീകരിച്ചിട്ടില്ല, അവരുടെ ആരുടെയും പണം ഞങ്ങൾ ചെലവഴിച്ചിട്ടുമില്ല. ഓക്കെ. ശ്രീ ആർ എസ് ബാബു, ഒരു കാര്യം കൂടി, അങ്ങനെയാണെങ്കിൽ ഈ $4000 കൈപ്പറ്റിയത് സ്പോൺസർഷിപ്പ് കരാറുമായി ബന്ധപ്പെട്ടാണ് എന്നുള്ള ചില സ്ഥിരീകരണങ്ങൾ വരുന്നുണ്ട്. വിദേശകാര്യ മന്ത്രാലയം അറിയാതെ ഈ വിദേശ ഫണ്ട് ഭാരതത്തിലേക്ക് എത്തിയെന്നും വളരെ വ്യക്തമല്ലേ? മീഡിയ അക്കാദമി ഞങ്ങള് ഒരു പൈസ പോലും ഒരാളുടെ ഞങ്ങൾ വാങ്ങിയിട്ടില്ല. അങ്ങനെ ഒരു ഏർപ്പാട് ഇതുവരെയ്ക്കും നടന്നിട്ടില്ല. ഓക്കെ, ശരി. വളരെ നന്ദി ശ്രീ ആർ എസ് ബാബു പ്രതികരിച്ചതിന്. ഗൗതം, മീഡിയ അക്കാദമി ചെയർമാന്റെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. ഒരു പൈസ പോലും കേരള മീഡിയ അക്കാദമി കൈപ്പറ്റിയിട്ടില്ല എന്നാണ് അദ്ദേഹം ആവർത്തിക്കുന്നത്. രോഹിണി, ഈ വിഷയം വിവാദമായതോടുകൂടി കേരള മീഡിയ അക്കാദമി പറയുന്നത് നിലവിൽ അവരുടെ വിശദീകരണം എന്നത് ഈ പൊതുപരിപാടി അല്ലെങ്കിൽ ഈ കോൺക്ലേവിന്റെ മുഴുവൻ തുകയും കേരള മീഡിയ അക്കാദമിയാണ് വഹിച്ചത് എന്നതാണ്. ഏതാണ്ട് 44 ലക്ഷത്തിനടുത്ത് രൂപ ഇതുമായി ബന്ധപ്പെട്ട് ചെലവായി. അത് മുഴുവൻ കേരള മീഡിയ അക്കാദമി ചെലവഴിച്ചു എന്നാണ് നിലവിൽ മീഡിയ അക്കാദമിയുടെ വിശദീകരണം. അത് നേരത്തെയും അവർ അത്തരത്തിലൊരു വിശദീകരണം തന്നെയാണ് നൽകിയത്. അങ്ങനെ വരുമ്പോൾ ഈ ന്യൂസ് മിനിറ്റ്, ന്യൂസ് ലൗണ്ടറി തുടങ്ങിയ മാധ്യമങ്ങൾ, ഓൺലൈൻ മാധ്യമങ്ങൾ, അവരാണ് ഇത്തരത്തിൽ ഈ കനേഡിയൻ ഹൈക്കമ്മീഷനുമായി ബന്ധപ്പെട്ട ഒരു കരാർ രൂപപ്പെടുത്തുകയും $4000 കൈപ്പറ്റുകയും ചെയ്തിട്ടുള്ളത്. അവരുടെ അവകാശവാദം അത് കട്ടിംഗ് സൗത്തുമായി ബന്ധപ്പെട്ടാണ് ഈ തുക വാങ്ങിയിട്ടുള്ളത് എന്നുള്ളതാണ്. നേരത്തെ തന്നെ ഈ കട്ടിംഗ് സൗത്തുമായി ബന്ധപ്പെട്ടുള്ള വിവാദം കത്തിക്കയറുമ്പോഴും വിവാദത്തിലേക്ക് എത്തി നിന്നത് ഈ ന്യൂസ് ലോണ്ടറിയും ന്യൂസ് മിനിറ്റും ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളാണ്. കാരണം അത്തരം മാധ്യമ സ്ഥാപനങ്ങൾക്ക് ദേശവിരുദ്ധ സ്വഭാവം അത് പലതവണ പ്രകടിപ്പിക്കുകയും ഭാരതത്തിനെതിരായി പ്രത്യേകിച്ച് പോപ്പുലർ ഫണ്ട് പോലെയുള്ള ഭീകര സംഘടനകളെ, ഇസ്ലാമിക ഭീകര സംഘടനകളെ താലോലിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അവരെ പരിപോഷിക്കുന്ന രീതിയിലുള്ള വാർത്തകൾ ഈ ന്യൂസ് ഏജൻസികൾ പല ഘട്ടങ്ങളിൽ നൽകിയിട്ടുണ്ട് എന്നതൊക്കെ നമുക്ക് മുന്നിലുള്ളതാണ്. നിലവിൽ ഗൗതം തുടരുക. ഇപ്പോൾ BJP നേതാവായ യുവരാജ് ഗോകുൽ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ യുവരാജ് ഗോകുൽ, കട്ടിംഗ് സൗത്തിന്റെ നടത്തിപ്പിനായി കനേഡിയൻ ഫണ്ടിംഗ് സ്വീകരിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നതിന്റെ സംഘാടകർ. അതുമാത്രമല്ല, ഇത് വിദേശകാര്യ മന്ത്രാലയം അറിയാതെ നടത്തിയ ഒരു പണമിടപാടാണ് എന്നും അറിയാൻ കഴിയുന്നുണ്ട്. താങ്കളുടെ പ്രതികരണം? കട്ടിംഗ് സൗത്ത് എന്ന് പറയുന്ന ഒരു കാര്യം ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രോജക്റ്റുകളിൽ ഒന്നാണ്. ഇവരുടെ ആദ്യത്തെ ഇൻവെസ്റ്റ്മെന്റ് മുഴുവനും കശ്മീർ ബേസ് ചെയ്തിട്ടായിരുന്നു. ആർട്ടിക്കിൾ 370 അവിടെ നിലനിന്നിരുന്നത് കൊണ്ട് തന്നെ 2 ഭരണഘടന, 2 കോടി, 2 ഭരണ സംവിധാനം ഇതെല്ലാം നാട്ടിൽ നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ അത് ബേസ് ചെയ്തിട്ടായിരുന്നു ഇവരുടെ ഇനിഷ്യലി ഉള്ള ഗെയിം മുഴുവനും നടന്നുകൊണ്ടിരുന്നത്. പിന്നീട് നമുക്കറിയാം CAA സമര കാലഘട്ടത്തില് ഷർജീൽ ഇമാം എന്ന് പറയുന്ന ഒരാള് എന്താണ് ഡൽഹിയിൽ നിന്ന് പ്രസംഗിച്ചത് എന്നുള്ള കാര്യം, എന്താണ് ചിക്കൻ നെക്ക്, നമ്മുടെ നോർത്ത് ഈസ്റ്റിനെ റെസ്റ്റ് ഓഫ് ഇന്ത്യയുമായിട്ട് കണക്ട് ചെയ്യുന്ന ആ ഭാഗത്തിനെ കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ അതിനെ പ്രത്യേകിച്ച് ഒരു രാജ്യമാക്കാന്നുള്ളതായിരുന്നു. അതിന്റെ ഒരു പ്രോജക്റ്റ് തന്നെയാണ് ഖലിസ്ഥാൻ ഓടിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഒരു പ്രോജക്റ്റ് ആയിട്ട് തന്നെയാണ് കട്ടിംഗ് സൗത്ത് ഓടിക്കൊണ്ടിരിക്കുന്നത്. അന്ന് നമ്മളിത് പറയുന്ന സമയത്ത് ആർക്കും അങ്ങോട്ട് എന്താണ് നമ്മൾ പറയുന്നതിനെ പരിപൂർണമായിട്ടും വിശ്വസിക്കാത്ത അവസ്ഥയായിരുന്നു. അവർ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കട്ടിംഗ് എഡ്ജ് ടെക്നോളജി എന്നൊക്കെ പറയുന്നത് പോലെ ചില പേരുകൾ മാത്രമാണ്, സൗത്തിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് മാത്രമാണ് എന്നൊക്കെ ഉള്ള തലത്തിലായിരുന്നു ഇവരെന്നതിനെ പ്രസന്റ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ അതങ്ങനെയല്ല എന്നുള്ള കാര്യം വരും ദിവസങ്ങളിൽ ബോധ്യപ്പെടുമെന്ന് അന്ന് തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നു. അപ്പോ വളരെ കൃത്യമായിട്ട് തന്നെയായിരുന്നു നമ്മുടെ അന്നത്തെ വിശകലനം എന്ന് പറയുന്നത്. അത് എന്താണ് ജനങ്ങൾക്ക് ബോധ്യമാകുന്ന തലത്തിലേക്ക് ഇത്തരം എവിഡൻസുകൾ മുമ്പോട്ട് വരുന്നുണ്ട്. ഇത് മാത്രമല്ല, ഇതിനു മുകളിലേക്ക് ഇപ്പൊ കാനഡ ബേസ് എന്ന് പറയുമ്പോൾ കാനഡ എന്ന് പറയുന്ന രാജ്യം കുറച്ച് നാളായിട്ട് ഇത്തരം ആന്റി ഇന്ത്യ ആക്ടിവിറ്റീസിന്റെ ഒരു ഹബ്ബായിട്ട് മാറിയിട്ടുണ്ട്. അവിടെ നിന്നുകൊണ്ട് ഇത്തരത്തിലുള്ള വിഘടനവാദത്തിൻ്റെതായ പല കാര്യങ്ങളും ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള ഫണ്ടിങ് വരുന്നുണ്ട്. പലതരത്തിലുള്ള റിസോഴ്സുകൾ അവർക്ക് ലഭിക്കുന്നുണ്ട്. അത് വിദേശകാര്യ മന്ത്രാലയം വളരെ സൂക്ഷ്മമായിട്ട് തന്നെ അതിനെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കാനഡയോട് അത്തരത്തിലുള്ള ഒരു നയം വിദേശകാര്യ മന്ത്രാലയം ഉൾപ്പെടെ കുറച്ചു കാലമായിട്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള നടപടികൾ തന്നെ അവർക്കെതിരെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇത് മാത്രമല്ല, ഇനിയും ഒരുപാട് പുറത്തോട്ട് വരുന്നത് മാത്രമേ എന്നോട് പറയാനുള്ളൂ. ശ്രീ യുവരാജ് ഗോകുൽ, ഒരു കാര്യം കൂടി, നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് കേരള മീഡിയ അക്കാദമി ചെയർമാനോട് പ്രതികരണം തേടിയപ്പോൾ അദ്ദേഹം ഈ വാർത്തയോട് നിഷേധിക്കുകയാണ് ചെയ്തത്. ഇത്തരത്തിൽ യാതൊരു ഫണ്ടിങ്ങും തങ്ങൾ സ്വീകരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അതുമാത്രമല്ല, അദ്ദേഹം ഈ കട്ടിംഗ് സൗത്ത് എന്ന് പറഞ്ഞ് ഉദ്ദേശിച്ചത് ആഗോള തലത്തിലായിരുന്നു. ഈ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ ഉൾപ്പെടെ
ഉൾപ്പെടെ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചായിരുന്നു തങ്ങൾ ഈ ഒരു കോൺക്ലേവ് സംഘടിപ്പിച്ചത് എന്നുള്ള രീതിയിലുള്ള പ്രതികരണവുമാണ് ഉണ്ടായത്. അവരുടെ കുറച്ച് കാലമായിട്ടുള്ള ഒരു തന്ത്രം മാത്രമാണെന്നേ. അവര് എന്താ കൃത്യമായൊരു മെസ്സേജ് തന്നെയാണ് അവരത് കൊടുക്കുന്നത്. ഇപ്പോ 2018 പ്രളയ കാലഘട്ടത്തിൽ കേരളത്തിന് മറ്റേ UAE എമിറേറ്റ്സിൽ ചേർക്കാൻ വേണ്ടിയിട്ട് കുറെ നാൾ നടന്നായിരുന്നു കുറെ ആൾക്കാര്. പിന്നെ USS അല്ലാതെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് സൗത്ത് ഇന്ത്യ USSSI എന്നൊക്കെ പറഞ്ഞൊരു പേരിട്ടിട്ടൊരു സാധനം. പിന്നെ ദ്രാവിഡ നാട് എന്ന് പറഞ്ഞ മാപ്പ് വരെ എഴുതി ഉണ്ടാക്കിയില്ലേ, മാപ്പ് വരെ വരച്ചുണ്ടാക്കിയവര്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കുറെ കാലങ്ങളായിട്ട് നടക്കുന്നത് തന്നെയാണ്. അപ്പൊ ജനസാമാന്യത്തിന്റെ ഇതൊരു ലാർജർ പ്രൊപ്പഗണ്ടയാണല്ലേ. ജനങ്ങളുടെ ഇടയിലേക്ക് അത്തരത്തിലുള്ള ഒരു കാര്യം അവരുടെ തലച്ചോറിലേക്ക് കയറ്റുക. സൗത്ത് എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റിയാണ്, ഇതിന് നോർത്തുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല എന്നൊക്കെ ഉള്ള തലത്തിലുള്ള ഒരു സാധനം ജനങ്ങളുടെ ഇടയിലേക്ക് തലയിൽ കയറ്റാൻ വേണ്ടിയിട്ട് കുറെ കാലം ആവർത്തിച്ചു പറയും. ഇതിപ്പോ 5 വർഷത്തെയോ 10 വർഷത്തെയോ പ്രോജക്റ്റ് ഒന്നുമല്ല, ഒരു 50 വർഷമെങ്കിലും അവർ മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രോജക്റ്റാണ്. ജനങ്ങളുടെ തലയിലേക്ക് കയറ്റാൻ വേണ്ടിയിട്ട് അത്തരത്തിലുള്ള പേരുകൾ ഇട്ടിട്ട് പരിപാടി നടത്തുക. എന്നിട്ട് അവർ പറയും പരിപാടി ഞങ്ങൾ അതാണ് ഉദ്ദേശിച്ചത്, ഇതാണ് ഉദ്ദേശിച്ചത് എന്നൊക്കെ പറയും. എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ ഉള്ള കാര്യം എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് അറിയാമേ. അതെ, വളരെ നന്ദി ശ്രീ യുവരാജ് ഗോകുൽ പ്രതികരിച്ചതിന്.